നമസ്കാരം. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിൽ ഭാഗ്യം തുണയ്ക്കുന്നതാകുന്നു. ചിലർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ്. ചിലർക്ക് ധനപരമായ നേട്ടങ്ങൾ പെട്ടെന്ന് കൈകളിലേക്ക് വന്നു ചേരും. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഓണം ബമ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഓണം ബമ്പർ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ എന്നാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. മറ്റ് നക്ഷത്രക്കാർക്ക് സാധ്യതയില്ല എന്നല്ല പറയുന്നത്, പൊതുഫലത്താലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയിലൂടെ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത, നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ, സമ്മാനങ്ങൾ, അത് പലവിധ സമ്മാനങ്ങളാകാം. അത്തരത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നറുക്കെടുപ്പിലൂടെയും അതേപോലെ തന്നെ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ അഥവാ സമ്മാനങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, പെട്ടെന്ന് തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത്തരത്തിൽ സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രം തന്നെയാണ് പുണർദം നക്ഷത്രക്കാർ. അതിനാൽ ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട ഫലം പരിശോധിക്കുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും, ധനപരമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെയാണ് പുതുവർഷ ഫലപ്രകാരം നോക്കുമ്പോഴും പുണർദം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ഈ വർഷം പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ധനപരമായ ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് തന്നെ വരാം. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച, ധനം പെട്ടെന്ന് കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. പല വഴികളിലൂടെയും ഇത്തരത്തിൽ സംഭവിക്കാം. അത് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാകാം, അഥവാ പ്രതീക്ഷിക്കുന്നതായ ധനം, കൈവായ്പകൾ കൈകളിലേക്ക് വന്നു ചേരുന്നതാകാം. എന്നാൽ ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. ഇത്തരത്തിൽ ലോട്ടറി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർ. ധനപരമായ പെട്ടെന്നുള്ള ഉയർച്ച ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ വിശാഖം നക്ഷത്രക്കാർക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ് 1200 ആണ്ട്. കൂടുതലുള്ള വർഷം തന്നെയാണ് ഈ പുതുവർഷം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത,
നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. എന്നാൽ എന്തും അധികമായാൽ നിങ്ങൾക്ക് അത് ദോഷമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ പലവിധ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. ആദിയാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ, സാമ്പത്തികപരമായ ചില ക്ലേശങ്ങൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ കടന്ന് പോകുന്നവരാണ് എന്ന് പറയാം. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ, സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു നക്ഷത്രമായി തന്നെ പരാമർശിക്കാം. ഇവർക്ക് ചില ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ പെട്ടെന്ന് കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരത്തിൽ ധനം വന്നു ചേർന്നു എന്ന് വരാം. നറുക്കെടുപ്പിലൂടെ, ഭാഗ്യക്കുറിയിലൂടെ ധനം ലഭിക്കുവാൻ സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. ഓണം ബമ്പർ ലോട്ടറി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രയാസങ്ങൾ പലപ്പോഴും മനസ്സിലൊതുക്കി കഴിയുന്നവരാണ് എന്ന് പറയാം. പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അത് പുറമെ പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് പൊതുവിൽ പൂരം നക്ഷത്രക്കാർ. എന്നാൽ പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് പറയാം. കാരണം പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ് ഇത്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതായി പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ലോട്ടറി അഥവാ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക. ഓണം ബമ്പർ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് പൂരം നക്ഷത്രം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. അതിനാൽ പൂരം നക്ഷത്രക്കാർക്കും ഓണം ബമ്പർ ലോട്ടറി സമ്മാനങ്ങൾ അഥവാ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ എന്തും അധികമായാൽ അത് ദോഷമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൈകളിലേക്ക് ധനം പല വഴികളിലൂടെയും കടന്നു വരുന്നു. എന്നിരുന്നാൽ പോലും കൈകളിൽ ധനം നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. സന്താനങ്ങളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. പ്രതീക്ഷിക്കാതെ ചില തിരിച്ചടികൾ വന്നു ചേരുന്നു. ആവശ്യത്തിനുള്ള ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ധനം പല കാര്യങ്ങൾക്കും തികയാത്തതായ അവസ്ഥ, കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികപരമായ ചില ക്ലേശങ്ങളോ നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ മനസ്സ് പലപ്പോഴും പുറമെ കാണിക്കുന്നില്ല എങ്കിൽ പോലും വിഷമം മനസ്സിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായ അവസ്ഥയും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ധനം കൈകളിലേക്ക് അഥവാ അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പുതുവർഷം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഓണം ബമ്പർ ലോട്ടറി ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാകുന്നു. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ഉയർച്ചകൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ് ഇത്. ഭാഗ്യക്കുറി അല്ലാതെ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഈ കാര്യവും അറിഞ്ഞിരിക്കുക. എന്ത് കാര്യവും അധികമായാൽ അത് ദോഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ പൊതുഫലത്താൽ ഈ നക്ഷത്രക്കാർക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്.